ഹരി ഓം. ദശകം 37, ശ്ലോകം 3. പൂജേ ചാംബുജഭൂരമൂനൈസുരാ സത്യം ധരിത്ര്യാവചോ നന്വസ്യാ ഭവതാം ച രക്ഷണവിധൗ ദക്ഷോ ഹി ലക്ഷ്മീപതിഃ സർവേ ശർവപുരസ്സരാ വയമിദോ ഗത്വാ പയോവാരിധിം നത്വാ ദംസ്തുമഹേ ജവാദിദിയയുസ്സാകം തവാകേതനം. പദങ്ങളെ ഒന്ന് പിരിച്ചു നോക്കാം. ഊജേ ച അംബുജഭൂഹു അമൂൻ, ച അംബുജഭൂഹു അമൂൻ, ചാംബുജഭൂരമൂൻ. ഐ സുരാഹ സത്യം ധരിത്ര്യാഹ വചഃ. ഊജേ ചാംബുജഭൂരമൂനൈസുരാ സത്യം ധരിത്ര്യാവചോ നനു അസ്യാഹ ഭവതാം ച രക്ഷണ വിധൗ ദക്ഷഃ ഹി ലക്ഷ്മീപതിഃ. നന്വസ്യാ ഭവതാം ച രക്ഷണ വിധൗ ദക്ഷോ ഹി ലക്ഷ്മീപതിഃ. സർവേ ശർവ പുരസരാഃ വയം ഇതഃ ഗത്വാ പയോവാരിധിം. സർവേ ശർവപുരസരാ വയമിദോ ഗത്വാ പയോവാരിധിം നത്വാ തം സ്തുമഹേ ജവാദ ഇതി യയുഃ സാകം തവ ആകേതനം. നത്വാ തം സ്തുമഹേ ജവാദിതി യയുസ്സാകം തവാകേതനം. പൂജേ ചാംബുജഭൂരമൂനൈസുരാ സത്യം ധരിത്ര്യാവചോ നന്വസ്യാ ഭവതാം ച രക്ഷണവിധൗ ദക്ഷോ ഹി ലക്ഷ്മീപതിഃ. സർവേ ശർവപുരസ്സരാ വയമിദോ ഗത്വാ പയോവാരിധിം നത്വാ ദംസ്തുമഹേ ജവാദിതി യയുസ്സാകം തവാകേതനം. ശ്ലോകം 3 അന്വയവും അർത്ഥവും നോക്കാം. അംബുജഭൂഹു അമൂൻ ഊജേച. അംബുജഭൂഹു, ആരാണ് ഈ അംബുജഭൂഹു എന്ന് പറയുന്നത്? ബ്രഹ്മാവ്. അമൂൻ, ഇവരോട്. ഇവരോടെന്ന് പറഞ്ഞാൽ അത് ആരോട്? ദേവന്മാരോട്. ഊജേച, പറയുകയും ചെയ്തു. അപ്പോൾ അംബുജഭൂഹു അമൂൻ ഊജേച, ബ്രഹ്മാവ് ഇവരോട്, ദേവന്മാരോട് പറയുകയും ചെയ്തു. എന്താണ് പറഞ്ഞത്? ഐസുരാഹ, അല്ലയോ ദേവന്മാരെ, ധരിത്ര്യാഹ, ഈ ഭൂമി, വചഃ സത്യം, പറഞ്ഞത് പരമാർത്ഥമാണ്. ഐസുരാഹ ധരിത്ര്യാഹ വചഃ സത്യം, അല്ലയോ ദേവന്മാരെ, ഈ ഭൂമി പറഞ്ഞത് പരമാർത്ഥമാണ്. നനു അസ്യാഹ ഭവതാം ച രക്ഷണവിധൗ ദക്ഷഃ ലക്ഷ്മീപതിഃ ഹി. നനു അസ്യാഹ, ഈ ഭൂമിദേവിയുടെയും, അതാണ് നനു അസ്യാഹ. പിന്നെയോ ഭവതാം ച, എന്നല്ല നിങ്ങളുടെയും, രക്ഷണവിധൗ എന്ന് വെച്ചാൽ പരിപാലന കർമ്മത്തിൽ, ദക്ഷഃ ലക്ഷ്മീപതിഃ, സമർത്ഥനായിട്ടുള്ളത് സാക്ഷാൽ മഹാവിഷ്ണു തന്നെ. നനു അസ്യാഹ ഭവതാം ച രക്ഷണവിധൗ ദക്ഷഃ ലക്ഷ്മീപതിഃ ഹി. ഈ ഭൂമിദേവിയുടെയും, ഭൂമിദേവിയുടെ എന്ന് മാത്രമല്ല നിങ്ങളുടെയും, നിങ്ങളുടെ എന്ന് പറയുന്ന ആരെയാണ്? ആ ദേവന്മാരുടെയും, ഭൂമിദേവിയുടെയും ദേവന്മാരുടെയും പരിപാലന കർമ്മത്തിങ്കൽ സമർത്ഥനായിട്ടുള്ളത് സാക്ഷാൽ മഹാവിഷ്ണു തന്നെ. സർവപുരസ്സരാഹ സർവേ വയം. സർവപുരസ്സരാഹ, ആ പരമേശ്വരനെ മുൻനിർത്തിക്കൊണ്ട് നമ്മളെല്ലാവരും ഇതഃ പയോവാരിധിം ഗത്വാ ജവാദ് തം നത്വാ സ്തുമഹേ. ഇവിടെ നിന്ന്, ഇതഃ ഇവിടെ നിന്ന്, പയോവാരിധിം പാലാഴിയിലേക്ക്, ഗത്വാ ചെന്നിട്ട്, ജവാദ് ഒട്ടും താമസിയാതെ, എന്നുവെച്ചാൽ പെട്ടെന്ന് തന്നെ, തം അദ്ദേഹത്തെ, നത്വാ സ്തുമഹേ അദ്ദേഹത്തെ
ശരണം പ്രാപിച്ച് സ്തുതിക്കണം. ഇതാരാണ് പറയുന്നത്? ബ്രഹ്മാവ് പറയുകയാണ്. അപ്പോൾ പരമേശ്വരനെ ആദ്യം പറയുന്ന അതല്ല, ഈ ഭൂമിദേവിയുടെയും എന്നല്ല നിങ്ങളുടെയും പരിപാലന കർമ്മത്തിങ്കിൽ സമർത്ഥനായിട്ടുള്ളത് സാക്ഷാൽ മഹാവിഷ്ണു തന്നെ. അതുകൊണ്ട് നമുക്ക് ആ പരമേശ്വരനെ മുൻനിർത്തിക്കൊണ്ട് നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ഇവിടെ നിന്ന് പാലാഴിയിലേക്ക് ചെന്നിട്ട് ഒട്ടും താമസിയാതെ തന്നെ അദ്ദേഹത്തെ ശരണം പ്രാപിച്ച് സ്തുതിക്കണം. ഇതി സാകം തവ ആകേതനം യയുഹു. ഇതി സാകം തവ ആകേതനം യയുഹു. ഇതി സാകം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്ന് പറഞ്ഞ് ഇതി സാകം എന്ന് വെച്ചാൽ എല്ലാവരും ചേർന്ന്, ഇതി സാകം എല്ലാവരും ചേർന്ന് തവ ആകേതനം യയുഹു അങ്ങയുടെ വാസസ്ഥലത്തേക്ക് പോയി. ഇപ്പറഞ്ഞതാരാണ്? ഭട്ടതിരിപ്പാട് പറയുകയാണ്. ഇത്രയും ഒക്കെ ആ ബ്രഹ്മാവ് അവിടെ സംസാരിച്ചു. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം എല്ലാവരും കൂടെ ചേർന്ന് അങ്ങയുടെ വാസസ്ഥലത്തേക്ക് പോയല്ലോ എന്ന്. അനന്തരം ബ്രഹ്മാവ് ഇപ്രകാരം പറഞ്ഞു. എന്താണ് പറഞ്ഞത്? അല്ലയോ ദേവന്മാരെ, ഭൂമിദേവിയുടെ വാക്കുകൾ സത്യം തന്നെയാണ്. പക്ഷേ ഭൂമിദേവിയുടെയും അതുമാത്രമല്ല ഒപ്പം നിങ്ങളുടെയും ദുഃഖത്തിന് അറുതി വരുത്തുവാൻ സമർത്ഥനായിട്ടുള്ളത് നിശ്ചയമായും മഹാവിഷ്ണു മാത്രമാണ്. അതുകൊണ്ട് ആ മഹേശ്വരൻ്റെ നേതൃത്വത്തിൽ നാം എല്ലാവരും കൂടെ ചേർന്ന് ഉടനെ തന്നെ പാലാഴിക്കരയിൽ ചെന്ന് മഹാവിഷ്ണുവിനെ സ്തുതിച്ച് പ്രസന്നനാക്കേണ്ടിയിരിക്കുന്നു. അതിനുശേഷം ബ്രഹ്മാവും മറ്റെല്ലാവരും കൂടി നിന്തിരുവടിയുടെ നികേതനമായ പാൽക്കടലിലേക്ക് വരികയും ചെയ്തുവല്ലോ എന്ന് ഭട്ടതിരിപ്പാട് പറയുന്നു. ഊചേ ചാംബുജഭൂരമൂനൈസുരാ സത്യം ധരിത്ര്യാവചോ നന്വസ്യാ ഭവതാം ച രക്ഷണവിധൗ ദക്ഷോ ഹി ലക്ഷ്മീപതിഃ സർവേ സർവപുരസ്സരാ വയമിദോ ഗത്വാ വയോ വാരിധിം നത്വാദം സ്തുമഹേ ജവാദിതിയയുസ്സാകം തവാകേതനം.